ശ്രീനാരായണ പരമഗുരവേ നമഃ. പ്രിയ പഠിതാക്കളെ നമസ്കാരം. ഇന്ന് ആത്മോപദേശ ശതകം കൃതിയിലെ 46ാമത് ശ്ലോകമാണ് പഠന വിധേയമാക്കിയിരിക്കുന്നത്. പൊരുതു ജയിപ്പദസാധ്യമൊന്നിനോടൊന്നൊരു മതവും പൊരുതാലൊടുങ്ങുവീല. പരമതവാദിയിതോർത്തിടാതെ പാഴേ പൊരുതു പൊലിഞ്ഞിടുമെന്ന ബുദ്ധി വേണം. ഇന്നത്തെ ഈ കാലഘട്ടത്തിൽ എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട വലിയൊരു കാര്യമാണ് മഹാഗുരു ഈ ശ്ലോകത്തിലൂടെ പറഞ്ഞിരിക്കുന്നത്. ആദ്യം നമുക്ക് അന്വയാർത്ഥം പഠിക്കാം. പൊരുതു ജയിപ്പത്, അതായത് വാദപ്രതിവാദങ്ങളും കലഹങ്ങളും നടത്തി മറ്റു മതത്തെ പരാജയപ്പെടുത്താമെന്നുള്ളത് അസാധ്യം, സാധ്യമല്ലാത്ത കാര്യമാണ്. ഒന്നിനോടൊന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും പൊരുതുക, മത്സരിക്കുക. നമ്മൾ കാണുന്ന കാഴ്ചകളാണ്, അറിയുന്ന അറിവുകളാണിത്. അങ്ങോട്ടും ഇങ്ങോട്ടും മതത്തെക്കുറിച്ച് ഓരോരോ കാര്യങ്ങൾ പറഞ്ഞ് മത്സരിക്കുന്ന ഒരു രീതി ഇന്നെവിടെയും നമുക്ക് കാണാം. ഒരു മതവും ഒരു മതത്തെയും ഒടുങ്ങുകയില്ല, നശിപ്പിക്കാൻ പറ്റില്ല, നശിപ്പിക്കാൻ കഴിയില്ല. ഒരു മതത്തെയും ആർക്കും നശിപ്പിക്കാൻ കഴിയില്ല. പരമതവാദി, മറ്റു മതങ്ങളോട് വിരോധമുള്ള ആൾക്കാർ ഇത് ഓർത്തിടാതെ പാഴേ, ഇക്കാര്യം മനസ്സിലാക്കാതെ വെറുതെ പൊരുതു പൊലിഞ്ഞിടും, പൊരുതി ഒന്നുമല്ലാതെയാകും എന്ന ബുദ്ധി വേണം. ഈ ഒരു തിരിച്ചറിവ് എല്ലാവർക്കും ഉണ്ടായിരിക്കണം എന്നാണ് ഗുരു പറയുന്നത്. യഥാർത്ഥത്തിൽ മതമെന്ന് പറയുന്നത് മനുഷ്യ ജീവിതത്തിൽ സ്നേഹവും സമാധാനവും സന്തോഷവും അറിവും പാരസ്പര്യവും ഒക്കെ വളർത്തിയെടുക്കേണ്ടതിനു വേണ്ടിയുള്ളതാണ്. ഇക്കാര്യം ആരും അറിയുന്നില്ല. സ്നേഹത്തിൻ്റെ വാക്കുകളാണ് മതത്തിലുള്ളത്. ഈ സ്നേഹവചനം ദൈവം എന്ന സത്യത്തെ വെളിപ്പെടുത്തുന്നതാണ്. ആലോചിച്ചു നോക്കുക. ഈ അറിവാണ് മനുഷ്യന് അത്യാവശ്യം വേണ്ടത്. എന്നാൽ ഈ അറിവ് മനുഷ്യ ജീവിതത്തിന് എല്ലാവിധ അനുഗ്രഹവും വന്നു ചേരാൻ കാരണമാകും എന്ന സത്യം പലരും അറിയുന്നില്ല. എല്ലാ ജീവികളിലും അറിവാകുന്ന സ്നേഹം നിറഞ്ഞു നിൽക്കുന്നു എന്നാണ് മതം പഠിപ്പിക്കുന്നത്. ഇവിടെ ഒരു വിവേചനവുമില്ല. വലുതെന്നോ ചെറുതെന്നോ ഒന്നും ഉള്ള വ്യത്യാസം ഇവിടെയില്ല. എന്നാൽ മനുഷ്യൻ ഈ ദൈവേച്ഛയെ മനസ്സിലാക്കുന്നില്ല എന്നതാണ് സത്യം. എല്ലാറ്റിൻ്റെയും കാരണം, അല്ലെങ്കിൽ എല്ലാ പ്രശ്നങ്ങളുടെയും കാരണം അവൻ്റെ സ്വാർത്ഥ മോഹങ്ങളാണ് എന്ന് തിരിച്ചറിയണം. അതുകൊണ്ടാണ് എല്ലാ മതത്തിലും വിശ്വസിക്കുന്നവരിൽ പിടിവാശികളും കിടമത്സരങ്ങളും ഒക്കെ നിരന്തരം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ വിശ്വസിക്കുന്ന മതമാണ് എല്ലാ ചിന്തകളെക്കാളും മൂല്യമുള്ളത് എന്ന് പലരും തെറ്റിദ്ധരിച്ചിരിക്കുന്നു. ഈ ചിന്തകളാണ് മറ്റു മതങ്ങളെ ഇല്ലാതാക്കാൻ പ്രേരിപ്പിക്കുന്നത്.
രാജ്യത്ത് പലപ്പോഴായി കണ്ടിട്ടുള്ള അല്ലെങ്കിൽ നടന്നുകൊണ്ടിരിക്കുന്ന യുദ്ധങ്ങളും പോരാട്ടങ്ങളുമൊക്കെ ഈ ചിന്തയുടെ ഫലമായിട്ടുണ്ടാകുന്നതാണ് എന്ന് നാം തിരിച്ചറിയണം. ദൈവം സ്നേഹമാണെന്ന് പറയുന്ന ആ ഒരു അറിവിനോടൊപ്പം ക്രൂരമായ യുദ്ധങ്ങളിലും കൊലപാതകങ്ങളിലും മതം ഏർപ്പെടുന്നു എന്ന ദുഃഖകരമായ കാഴ്ച നാം കാണേണ്ടി വരുന്നു. മനുഷ്യനും ദൈവവും തമ്മിലുള്ള വേർപെടുത്താൻ പറ്റാത്ത ബന്ധത്തിൻ്റെ തീവ്രമായ സ്നേഹത്തിൻ്റെ വെളിപ്പെടുത്തലാണ് മതത്തിൻ്റെ സന്ദേശം. അവിടെ ജാതിയില്ല, വലിപ്പച്ചെറുപ്പമില്ല, വർണ്ണവ്യത്യാസമില്ല, എല്ലാം ഒന്ന് തന്നെ. ഈ സത്യം അറിയാത്തവൻ പൊരുതി ജയിക്കാൻ പുറപ്പെടുന്നു, എന്നാൽ ഫലമോ സർവനാശം. ആയതിനാൽ മതം എന്തെന്നും മതത്തിൻ്റെ ആശയം എന്തെന്നും അത് ലോകത്തിന് നൽകുന്ന ആനന്ദം എന്തെന്നും തിരിച്ചറിഞ്ഞുകൊണ്ട് ജീവിച്ച് ലോകത്തിന് നന്മ വരാൻ ആഗ്രഹിക്കുക. ഇക്കാര്യങ്ങളൊക്കെയാണ് ആത്മോപദേശ ശതകം കൃതിയിലെ 46-ാമത്തെ ശ്ലോകത്തിലൂടെ ഗുരു നമുക്ക് പറഞ്ഞു തരുന്നത്. ഇന്നത്തെ ക്ലാസ് അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം.